ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ബെറിംഗറിൻ്റെ യൂഫോറിയ UM2 എന്ന് പറയുന്ന ഒരു സൗണ്ട് കാർഡ്, അല്ലെങ്കിൽ ഇതിന് ഓഡിയോ ഇൻ്റർഫേസ് എന്നും പറയാം. അപ്പം ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ മാക്സിമം മീറ്റിങ്ങുകളൊക്കെ സൂം മീറ്റിങ്ങിലാണല്ലോ, കൂടുതലും ചർച്ചസുകളിൽ, പിന്നെ കമ്പനി മീറ്റിങ്ങുകൾ, ഇതെല്ലാം സൂമിൽ കൂടെ ആണല്ലോ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മൈക്ക് വഴി കേൾക്കുന്ന ആ ഒരു ഔട്ട്പുട്ടിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ സൗണ്ട് കാർഡ് അല്ലെങ്കിൽ ഓഡിയോ ഇൻ്റർഫേസ്. അത് മാത്രമല്ല, അത് നമുക്ക് ഈ കീബോർഡും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ചർച്ചിനൊക്കെ യൂസ് ചെയ്യുന്നത്, അപ്പം ഈ ചർച്ച് മീറ്റിങ്ങുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം കൊയറൊക്കെ കാണും അതിന്. അപ്പം അതിന് നമുക്ക് ഈ കീബോർഡ് മാക്സിമം യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ യൂസ് ആവും. ഇത് മാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് ലൈവ് സ്ട്രീമും ചെയ്യാൻ പറ്റും. വളരെ വ്യക്തമായിട്ടുള്ള ഓഡിയോയിൽ അത് ചെയ്യുന്നവർക്ക് നല്ലോണം അറിയാം അത്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. അപ്പം ഞാൻ ആദ്യം ഇത് അൺബോക്സ് ചെയ്യുന്നതും പിന്നെ ഇത് കണക്ട് ചെയ്തൊക്കെ കാണിക്കാം. സൂമിൽ തന്നെ കണക്ട് ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യാം. അപ്പം ആ വീഡിയോ നമുക്ക് കാണാം. പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തെ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം, അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ബെറിംഗറിൻ്റെ യൂഫോറിയ UM2 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൻ്റെ വില ഞാൻ പറയാം. ഇതിലിട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് 6534 രൂപയാണ്. പക്ഷേ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത്രയും വില ഇല്ല ഇതിന്. ഞങ്ങൾക്കിതൊരു 4500 രൂപ കിട്ടിയ സാധനമാണ്. പിന്നെ എല്ലാ കടകളിലും എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വാങ്ങിച്ചത് 4500 രൂപയ്ക്കാണ്. അതിലെഴുതിയിരിക്കുന്നത് യൂഫോറിയ UM2 ഉണ്ടോ, ഓഡിയോ ഫയൽ 2x2 USB ഓഡിയോ ഇൻ്റർഫേസ് വിത്ത് സെനിക്സ് മൈക്ക് പ്രീ ആംപ്ലിഫയർ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഔട്ടിക്കട്ടെ. ഇതിൻ്റെ രണ്ട് സൈഡ് 2 തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. തെർമോക്കോൾ ഒരെണ്ണത്തിനകത്ത് അവർ ഈ കേബിൾ വെച്ചേക്കും കേട്ടോ. ഇത് കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്ന കേബിൾ വെച്ചേക്കും ഇതിനകത്ത്. ഇതാണ് അതിൻ്റെ കേബിള്. ഇതാണ് എൻ്റെ കേബിള്. പിന്നെ ഇതാണ് സൗണ്ട് കാർഡ്. ഇത് നമ്മൾ വാങ്ങിച്ചത് ഇതിനകത്ത് 2 ലൈൻ കുത്താൻ പറ്റും. ഇതിൻ്റെ വലുതുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ ചാനൽ അനുസരിച്ച് ഇതിൽ 2 ചാനൽ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചത് ഉണ്ട്. മൈക്ക് ലൈൻ 1 കാണാമോ? മൈക്ക് ലൈൻ 1. ഇതിൽ മൈക്ക് കൊടുക്കാം, മൈക്കും കൊടുക്കാം, മറ്റേ സിംഗിൾ മോണോ പിന്നും കൊടുക്കാം. 2 പിന്നും ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരെണ്ണം ഈ മോണോ പിൻ കൊടുക്കുന്നത് ഈ ടൈപ്പാണ്, വലുത്. പിന്നെ അതിനകത്ത് 3 കൺട്രോൾ വരുന്നുണ്ട്. മൈക്ക് ലൈൻ ഗെയിൻ ഇത് കണക്ട് ചെയ്യുന്നതിന് എന്ന് പറഞ്ഞാൽ മൈക്ക് ലൈൻ്റെ ആ ഒരു വോളിയം കൺട്രോള്. പിന്നെ രണ്ടാമത്തെ ലൈന് നമ്മൾ കണക്ട് ചെയ്യുമ്പം അതിൻ്റെ വോളിയം കൺട്രോള്. പിന്നെ ഇത് ഔട്ട്പുട്ട്. ഞാനിത് കണക്ട് ചെയ്ത് കാണിച്ചു തരാമേ. പിന്നെ ഒരു സ്വിച്ചുണ്ട്. ഡയറക്റ്റ് മോണിറ്റർ കൊടുക്കുകയാണെങ്കിൽ സ്വിച്ച് എനേബിൾ ചെയ്ത് വേണം നമുക്ക് ഔട്ട്പുട്ടിന് വർക്കാകത്തുള്ളൂ. പിന്നെ ബാക്കിൽ 48 വോൾട്ടിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ മാക്സിമം ഈ സൂം മീറ്റിങ്ങിലൊക്കെ മൈക്ക് വർക്കാകുന്നതിന് ഇത് ഓൺ ചെയ്താൽ അവർ പറയുന്നത് ഇതിനകത്ത് ഔട്ട് കേൾക്കാനൊക്കത്തുള്ളൂ, ഇത് ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ. പിന്നെ 2 USB കണക്ട് ചെയ്യുന്ന പോർട്ട്, പിന്നെ ഔട്ട്പുട്ട് 2 ഔട്ട്പുട്ട് എക്സ്റ്റേണൽ ഔട്ട്പുട്ടിന് കൊടുത്തിട്ടുണ്ട് അവർ. ഫ്രണ്ടിലും ഒരു ഔട്ട് വരുന്നുണ്ട്, ബാക്കിലും ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാമേ. അപ്പോൾ ഞാൻ സൂം കണക്ട് ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കീബോർഡും കൂടെ പ്ലേ ചെയ്ത് മൈക്കും യൂസ് ചെയ്ത് അതെങ്ങനെ നമുക്ക് ഔട്ട് വരുന്നതെന്ന് കേൾക്കാം. നമ്മൾ സൂമിൽ കണക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ഈ ക്യാമറാമാനായിട്ട് വന്നിട്ടുള്ള തോമാച്ചനെ എല്ലാവർക്കും അറിയാമല്ലോ. തോമാച്ചനെ നമുക്ക് കോൾ ചെയ്ത് അവിടുത്തെ ഔട്ട്പുട്ട് ഇങ്ങോട്ട് കേൾക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ കണക്ഷൻ ഞാൻ ഒന്ന് കാണിക്കാമേ. ഞാൻ ആദ്യം കാണിച്ച അതിൻ്റെ കേബിളാണ്. ഈ ചെയർ ഇവിടെ ഇനി കുറച്ച് നേരത്തേക്ക് ഇവിടെ ആവശ്യമില്ല.
ഓക്കെ, കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. കീബോർഡ് ഒന്ന് ഓൺ ചെയ്യാം. ഇത് യമഹ PSRS 670 മോഡലാണ് ഈ കീബോർഡ്. അപ്പോൾ നമുക്കിനി കീബോർഡ് ഓണായി. ഇനി നമ്മുടെ മിക്സർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കീബോർഡിൽ നിന്ന് ഞാനൊരു ഔട്ട് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഞാൻ കൊടുത്തിരിക്കുന്ന ഔട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഫോൺ ഔട്ടാണ്, ഹെഡ്ഫോൺ ഔട്ടാണ് കൊടുത്തേക്കുന്നത്. ഔട്ട്പുട്ട് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്, ഞാൻ അതും എടുത്തിട്ടില്ല. ഞാൻ ഫോൺ ഔട്ടാണ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റം നീളമുള്ള വേറെ അതിൻ്റെ ഒരു അറ്റം വേണ്ട ഇത് ഞാൻ ഒരു ചാനൽ കൊടുക്കാം, ലെഫ്റ്റോ റൈറ്റോ. ഞാൻ മോണോ ആയിട്ടോ കൊടുക്കുന്നുള്ളൂ. ഈ മിക്സർ ഒന്ന് ഓൺ ചെയ്യാം. മിക്സർ ഒന്ന് ഓണായി. അപ്പോൾ ഇത് മൈക്കിന് ഞാൻ കൊടുത്തേക്കുന്നത് മൈക്കിൻ്റെ വയറാണ്. കണ്ടോ, മൈക്ക് ഓൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നത് കണ്ടോ. അപ്പോൾ അത് കൊടുത്തു. മൈക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കീബോർഡിൻ്റെ ലൈൻ ഇതാണ്. മൈക്കിൻ്റെ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട്, കീബോർഡിൻ്റെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. ഈ സൗണ്ട് കാർഡിന് സെപ്പറേറ്റ് പവർ കേബിളോ പവർ ബട്ടണോ ഒന്നുമില്ല. ഇത് നമ്മൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആവും. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കേബിള് ഞാൻ കണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് വേണമല്ലോ കേബിൾ കൊടുക്കേണ്ടത്. ഈ ഭാഗത്തോട്ട് നമുക്ക് കേബിളൊന്ന് കണക്ട് ചെയ്യാം. ആ USB പോർട്ടിൽ ഞാൻ കണക്ട് ചെയ്തു. അതിനോട് ഇരിക്കട്ടെ. ഈ അറ്റം ഞാൻ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പവർ വരുന്നതാണ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളത് കാണിക്കാം, പവർ വരുന്നത് കാണിക്കാം. കണ്ടോ, ഞാനത് കണക്ട് ചെയ്തതും അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ കത്തി തുടങ്ങി, എനേബിളായി. പിന്നെ കണക്ഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് കൊടുക്കേണ്ടത്, ഇതിനകത്ത് വേണമെങ്കിൽ 2 എണ്ണം ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് 2 പോർട്ടുള്ളത് കൊണ്ട് മിക്സറിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് മിക്സർ കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഡിലേക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ ഡിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിക്സർ ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇതിന് കണക്ട് ചെയ്യാൻ വേണ്ടി മിക്സറിൻ്റെ ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് തന്നെ 2 പിന്നും ഇപ്പം മൈക്കിൻ്റെയും കീബോർഡിൻ്റെയും എനിക്കിവിടെ 2 കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാതെ മിക്സറിൽ കൊടുത്തിട്ടാണ്. അതെനിക്ക് ഡിലേക്ക് വേണ്ടി മാത്രമാണ്. അപ്പം ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് സ്റ്റീരിയോ പിന്ന് കൊടുത്തേക്കുന്നത് ഇതേ കൊടുത്തേക്കുന്നത് റെക്കോർഡ് ഔട്ടിലാണ് കൊടുത്തേക്കുന്നത്. ഉണ്ടോ, ഈ റെക്കോർഡ് ഔട്ടിലാണ് ഈ 2 സ്റ്റീരിയോ കൊടുത്തിട്ട് ഈ അറ്റം ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഇതിലും കൊടുക്കാം ഇതിലും കൊടുക്കാം. ഈ പിന്നെ നോക്കിയിട്ട് ആർക്കും മനസ്സിലാകാതിരിക്കുകയൊന്നുമില്ല. ഇതിനകത്ത് വേണമെങ്കിൽ എനിക്ക് കണക്ട് ചെയ്യാം. ഉണ്ടോ, ഇതിനകത്തും കണക്റ്റ് ആവും ഇതിനകത്തും കണക്റ്റ് ആവും, 2ലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആദ്യത്തേതല്ല ലൈൻ 1 കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ ആയതുകൊണ്ട് ഇതിൽ നിന്ന് വരുന്നത് നമുക്ക് പുറത്ത് കേൾക്കാൻ ഞാൻ വേറൊരു പോർട്ടബിൾ സിസ്റ്റം വെച്ചിട്ടുണ്ട്, ഒരു പോർട്ടബിൾ സ്പീക്കർ. ഇതിനകത്ത് ആമ്പൊക്കെ ഉള്ളത് സ്ട്രേഞ്ചറിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഇന്നെടുത്ത് ഇതിൻ്റെ ഈ ഔട്ടിൽ കൊടുക്കുകയാണ്. ഔട്ടെന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ഫോൺ ഔട്ടിൽ കൊടുക്കുകയാണ്. ബാക്കിലും കൊടുക്കാൻ പറ്റും. ഞാൻ തൽക്കാലം ആ ഒരു പിൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹെഡ്ഫോൺ ഔട്ടിൽ ഈ മോണോ പിന്ന് വെച്ചും കൊടുക്കുകയാണ്. ഞാനിത് കണക്ട് ചെയ്തിട്ട് ഇന്ന് ഓൺ ചെയ്യുവാണ്. ഇത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതിൻ്റെ കൺട്രോള് ഞാൻ ഏത് പിന്നിൽ കൊടുത്തേക്കെന്ന് വെച്ചാൽ മൈക്ക് 2 or ആക്സ് മൈക്ക് 2 ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും വേണ്ട. എക്കോ നമുക്ക് ആവശ്യമില്ല, ഒന്നും വേണ്ട. ബേസും ട്രബിളും കറക്റ്റാണ്. ഓക്കെ, അത് ഓണായി. ഞാൻ ഈ മൈക്കൊന്ന് ചെക്ക് ചെയ്യാണ്. ഹലോ 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 ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ് ഹലോ ഹലോ ഹലോ. അപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ കണക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ കണക്ഷൻ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ, അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ചെയ്യുന്നത് ലാപ്ടോപ്പിലോട്ട് വരുവാണ്. ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മളിനി സൂം ആപ്പ് എടുക്കുകയാണ്. സൂം ഓപ്പണായി. ന്യൂ മീറ്റിംഗ്. അപ്പോൾ നമ്മൾ
ന്യൂ മീറ്റിംഗ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഐഡിയും കാര്യങ്ങളുമൊക്കെ തോമാച്ചിന് കൊടുത്താലേ നമുക്ക് ജോയിൻ ചെയ്യാനൊക്കത്തുള്ളേ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവിടെ മീറ്റിംഗ് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും ഒക്കെ ഉണ്ടല്ലോ, കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ. ഈ ലിങ്ക് കോപ്പി ചെയ്താൽ ഐ ഡിയും പാസ്വേഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കോപ്പി ലിങ്ക് ഇനി ഞാനത് തോമാച്ചിന് അയച്ചു കൊടുത്ത് കണക്ട് ചെയ്യുമേ. അപ്പോൾ ഞാൻ അവിടെ തോമാച്ചൻ കൊടുത്തിട്ടുണ്ട്. തോമാച്ചൻ കണ്ട വരുന്നു, ലൈനിൽ വരുന്നു, അഡ്മിറ്റ് ചെയ്തു. തോമാച്ചൻ ലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. തോമസ് മാത്യു. ഹലോ, കേൾക്കാമോ? ക്ലിയർ ആണോ വോയിസ്? എക്കോ ഞാൻ ഇട്ടേക്കുന്ന. ഓക്കെ, അപ്പോൾ ഞാൻ കീബോർഡും കൂടെ ഒന്ന് കൊടുത്തു നോക്കട്ടെ. അവിടെ തോമാച്ചൻ ലൈനിൽ കൊടുത്തു. ഹായ്, എല്ലാവരോടും ഒരു ഹായ്. ഓക്കെ, അപ്പം ഞാൻ കീബോർഡും ഈ മൈക്കും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ എത്രത്തോളം കേൾക്കാൻ പറ്റുന്നൊന്ന് ചെക്ക് ചെയ്ത് പറയണേ. ഓക്കെ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു മിക്സർ ചില ചാനലുകളിൽ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് കീബോർഡിൻ്റെ ഔട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ കണക്ഷൻ ഊരി ഓഡിയോ ഇൻ്റർഫേസിൽ ഡയറക്റ്റ് ഞാൻ കൊടുത്തേക്കാണ്. കീബോർഡിൽ നിന്ന് ഞാൻ നേരെ കൊടുത്തേക്കുന്നത് ഇപ്പം ഈ ഓഡിയോ ഇൻ്റർഫേസിലാണ്. ഈ ഓഡിയോ ഇൻ്റർഫേസിലാണ് കൊടുത്തേക്കുന്നത് കീബോർഡിൽ നിന്ന്. മൈക്കിന് മാത്രം ഞാൻ ഈ മിക്സർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം മൈക്കിന് മിക്സർ യൂസ് ചെയ്താണ് ഇൻ്റർഫേസിലോട്ട് ഇന്ന് കയറുന്നത്. അപ്പം ഞാൻ അത് രണ്ട് കേബിളായിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മിക്സർ മൈക്കിന് മാത്രമേ ഉള്ളൂ, കീബോർഡ് സെപ്പറേറ്റാണ് കൊടുത്തേക്കുവാണ്. അപ്പം ഈ സ്ട്രേഞ്ചർ ബോക്സ് നമുക്ക് ഔട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രേഞ്ചർ ബോക്സ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ തോമാച്ചൻ ലൈനിലിരിപ്പുണ്ട്. പറയുന്നത് കേൾക്കാമോ? പറയുന്നത് കേൾക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. എരപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? കീബോർഡിന്റെ ഇല്ല കീബോർഡ് എന്തുകൊണ്ട് മിക്സറിലോട്ട് കൊടുക്കാതെ? കീബോർഡ് മിക്സറിലോട്ട് കൊടുത്തപ്പം ചെറിയൊന്നൊരു എരപ്പെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതിനെന്തോ ഒരു പ്രശ്നം പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്റ്റ് നമുക്ക് 2 പിന്നുണ്ട്. ഒരു പക്ഷേ കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്കങ്ങനെ സംഭവിക്കും. ആ ഒരു എരപ്പും ഈ സൗണ്ട് കുറവായിട്ടും വരും ചിലപ്പം. അപ്പം ഞാനത് മിക്സറിൽ കൊടുക്കാതെ ഡയറക്റ്റ് ഓഡിയോ ഇന്റർഫേസിനകത്ത് അല്ല, ഓഡിയോ നമ്മളെ സൂമിന്റെ അത് സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തു നോക്കിയായിരുന്നു. സൂമിൻ്റെ സെറ്റിങ്സ് കൂടെ ഞാനത് കാണിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മ്യൂട്ടിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഓപ്ഷൻ എടുത്ത് ഈ ഓഡിയോ സെറ്റിങ്സ് എടുക്കുക. ഓഡിയോ സെറ്റിങ്സ് എടുത്തിട്ട് ഈ സെറ്റിങ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഔട്ട്പുട്ട് ലെവൽ ഈ സ്പീക്കറിൻ്റെ നമ്മളിത് കൊടുക്കേണ്ടത്, ഇപ്പം ഞാൻ ഇവിടെ ഈ കണക്ഷൻ കൊടുത്തേക്കുന്ന ഈ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ സ്പീക്കേഴ്സ് USB ഓഡിയോ കോഡക് എന്നും പറഞ്ഞുകൊണ്ട് വരും. ആക്ച്വലി സ്പീക്കറിന് നമ്മളത് കണക്ട് ചെയ്യരുത്. സ്പീക്കറിന് കൊടുക്കേണ്ടത് സെയിം ആ സിസ്റ്റമേ കൊടുക്കാവൂ. സ്പീക്കറിന് കൊടുക്കേണ്ടത് മൈക്രോഫോൺ നമ്മൾ കൊടുക്കേണ്ടത് ഈ സ്ക്രോൾ ഡൗൺ ചെയ്യണം. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പം മൈക്രോഫോൺ കൊടുക്കേണ്ടത് മൈക്രോഫോൺ USB ഓഡിയോ കോഡക് എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ സെയിം സിസ്റ്റം കൊടുക്കരുത്. കാരണം മൈക്രോഫോൺ നമുക്ക് ആ ഒരു രീതിയിൽ കേൾക്കാനാകത്തുള്ളൂ. ബാക്കി ഇതിനകത്ത് വേറെ സെറ്റിങ്സ് ഒന്നും ഞാൻ ചെയ്തില്ല. ഓക്കെ, നമ്മുടെ തോമാച്ചൻ്റെ മോളും വന്നു. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഒരു പാട്ട് കൂടെ ഒന്നിടാം. കീബോർഡ് ഒന്ന് പ്ലേ ചെയ്തത് അതിൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ. കേൾക്കാമല്ലോ അല്ലയോ പറയുന്നത്? ഓക്കെ ഓക്കെ. ഞാനവിടെ പ്ലേ ചെയ്തു. ഏതൊരു പാട്ട് പാടി നോക്കാമേ. അമ്പയറൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പയറൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരിൽ വരുന്ന നാളെന്തു മനോഹരം, അമ്പരിൽ വരുന്ന നാളെന്തു മനോഹരം, അമ്പയറൂശലേം.
ഇപ്പൊ ഔട്ട്പുട്ട് നന്നായിട്ടുണ്ട്. ഔട്ട്പുട്ട് കുഴപ്പമില്ല. ഓക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ ജോയിനിങ്. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ ശരി. എല്ലാവിധ ആശംസകളും. ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ. അങ്ങനെ നമ്മൾ സൂം മീറ്റിംഗ് കട്ട് ചെയ്തു. സൂം കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഒരു ഇൻ്റർഫേസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ കണക്ട് ചെയ്യേണ്ടെന്ന്. അപ്പോൾ കണക്ഷനൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.